എല്ലാവർക്കും അവർ വേൾഡ് ഓഫ് ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വ്ളോഗാണ്, ഒരു ട്രാവൽ വ്ളോഗ്. ഡി ഹെവൻലി മിസ്റ്റ് റിസോർട്ട് എന്ന പേരിൽ വാഗമണിലുള്ളൊരു റിസോർട്ടിലേക്കാണ് നമ്മൾ ക്രിസ്മസിൻ്റെ വെക്കേഷന് പോയത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ വ്ളോഗ് ചെയ്യണമെന്നൊന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഒന്നും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് അവിടെ ചെന്ന് റിസോർട്ടിൽ ചെന്ന് ഏകദേശം ഒരു ഈവനിങ് ഒക്കെ ആവാറായപ്പോഴാണ് വീഡിയോ എടുക്കണം, വ്ളോഗ് ചെയ്യണമെന്നൊക്കെയുള്ളൊരു ബോധോദയം ഉണ്ടായത്. അങ്ങനെ കിട്ടിയിട്ടുള്ള കുറച്ച് വിഷ്വൽസൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. കുറച്ച് നാളായിട്ട് നമ്മൾ വ്ളോഗ്സ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ നല്ല മടിയുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്ത് ചെന്നിട്ട് അതങ്ങനെ വെറുതെ വിട്ട് കളയാനായിട്ട് തോന്നിയില്ല. കാര്യം നെറ്റിലൊക്കെ നോക്കിയപ്പോൾ ഈ റിസോർട്ടിനെ പറ്റിയിട്ട് അങ്ങനെ അധികം വീഡിയോ ഒന്നും ഇല്ല. ഉള്ള വീഡിയോ തന്നെ വളരെ കുറച്ചിങ്ങനെ ഷോർട്സ് പോലൊക്കെയാണ്. ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലമായിട്ടും എന്തുകൊണ്ടാണ് ഈ റിസോർട്ടിനെ പറ്റി അങ്ങനെ അധികം വീഡിയോസൊന്നും ഇല്ലാതിരിക്കുന്നതെന്ന് ഞങ്ങൾ ചിന്തിച്ചു. അതിനുള്ള ഉത്തരം ഈ ആൻറ്റി തന്നെ പറഞ്ഞു, ഇതിൻ്റെ ഓണർ. ഇവർ പറയേണ്ട കാര്യമില്ല, അല്ലാണ്ട് തന്നെ അവിടെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഈ റിസോർട്ട് വരെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും അധികം ആൾക്കാരൊന്നും ചിലപ്പോൾ ഈ സ്ഥലത്തെപ്പറ്റി അറിയാതെ പോകുന്നത്. ഒരു പ്രൈവറ്റ് എസ്റ്റേറ്റ് റോഡിൽ 500 റുപ്പീസ് ടോൾ കൊടുത്തിട്ട് വേണം നമ്മൾ ഈ റിസോർട്ടിലേക്ക് എത്താനായിട്ട്. 500 റുപ്പീസ് കൊടുക്കുന്നുണ്ട്, എന്നാലും റോഡ് നല്ല രീതിയിലൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഓഫ് റോഡാണ്. നമ്മൾ വരുന്ന വണ്ടിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളിവിടെ എത്തിച്ചേരുവോ ഇല്ലയോ എന്നുള്ളത്. ഞങ്ങളുടെ വണ്ടി ടാറ്റാ പഞ്ചായിരുന്നു. വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഇവിടെ എത്തി. ഇപ്പോൾ അടി തട്ടുന്ന വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പകുതി വഴി വെച്ച് തിരിച്ചു പോകേണ്ടതായിട്ട് വരും. 20 ഏക്കറിലായിട്ട് പരന്ന് കിടക്കുന്ന ഒരു റിസോർട്ടാണിത്. പരന്ന് കിടക്കുന്നതെന്ന് പറയാമോ എന്ന് എനിക്കറിയത്തില്ല. പരന്നോ നീളത്തിലോ എങ്ങനെയൊക്കെയോ കിടക്കുന്ന ഒരു റിസോർട്ടാണിത്. 4 വശവും മലയാണ്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ആണ് ഈ റിസോർട്ട് വരിക. ഇതങ്ങനെ ഒരു ഒറ്റ ബിൽഡിങ്, അതിൽ കുറേ റൂംസ്, അങ്ങനെയല്ല, ഇൻഡിവിജ്വൽ വില്ലാസാണ്. ഓരോരോ വില്ല. അതിപ്പോൾ സിംഗിൾ ബെഡ്റൂമുണ്ട്, പിന്നെ ഡബിൾ ബെഡ്റൂമുണ്ട്. ഞങ്ങൾ താമസിക്കാനായിട്ട് എടുത്തത് ഡബിൾ ബെഡ്റൂമിൻ്റെ വില്ലയായിരുന്നു. 2 ബെഡ്റൂം ഉണ്ടാവും, പിന്നെ 2 ബെഡ്റൂമിനും ബാത്റൂം, 2 ബാത്റൂം, പിന്നെ ഒരു ഹാളാണോ ലിവിങ് റൂം എന്നൊക്കെ പറയുന്ന ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു റൂം ഉണ്ടാവും. ഇതെന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് കരുതണ്ട, ഇങ്ങനെയല്ല, നല്ല നീറ്റായിട്ടാണ് കിടന്നിരുന്നത്. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ആക്കിയതാണ്. ഇതൊക്കെ ഞാൻ പിറ്റേന്ന് രാവിലെ തിരിച്ചു പോകാൻ നേരം എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഈ റൂമൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. ഞങ്ങൾ ആരും തന്നെ ബെഡ്റൂം രാത്രിയിൽ യൂസ് ചെയ്തില്ല. എല്ലാവരും ഒന്നിച്ച് ലിവിങ് റൂമിലാണ് കിടന്നിരുന്നത്. കാര്യം ഒരുപാട് വർത്താനം പറയാനും കഥ പറയാനും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആരും റൂം യൂസ് ചെയ്തില്ല. ഇത് കണ്ടോ, വേറൊരു വില്ല നിങ്ങൾക്ക് കാണാമല്ലോ. ഇത്രയും ഗ്യാപ്പുണ്ട്, 2 വില്ലയ്ക്കിടയിൽ നല്ല ഗ്യാപ്പുണ്ട്. ബാക്കിലൊന്നും വേറൊന്നും ഇല്ല, ഇതുപോലെ മലയുടെ ഭാഗങ്ങൾ തന്നെയാണ്. സോ പ്രൈവസി, ഈ ഒരു റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രൈവസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇതാണ് ലിവിങ് റൂം. ഇവിടെ ഒരു ടേബിളുണ്ട്, 4 കസേരകളുണ്ട്, പിന്നെ ചെറിയൊരു മിനി ഫ്രിഡ്ജ് ഉണ്ട്, TV ഉണ്ട്, സോഫ സെറ്റ് ഉണ്ട്, പിന്നെ എക്സ്ട്രാ ബെഡും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഇന്നലെ ഇവിടെയായിരുന്നു കിടന്നിരുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, നല്ല പേടിയുണ്ടായിരുന്നു. കാര്യം ഞങ്ങൾ വന്നപ്പോൾ 20 ഏക്കറിലുള്ള ഈ ഒരു റിസോർട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ ഫാമിലി വേറെ ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു അറ്റ്മോസ്ഫിയറായിരുന്നു. കാരണം ഓരോ റൂമിനും ഓരോ വില്ലയ്ക്കും ഇടയ്ക്ക് നല്ല ഗ്യാപ്പുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഓരോരോ കഥകൾ ചിന്തിച്ച് കൂട്ടാനായിട്ട് എളുപ്പമാണല്ലോ. സോ ഞാൻ ഇങ്ങനെ കുറേ ഹൊറർ സിനിമ, നമ്മൾ ഇംഗ്ലീഷിലൊക്കെ കുറേ സിനിമ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ വെൽക്കം ഹോം എന്നൊക്കെ പറയുന്നൊരു മൂവിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ രാത്രിയിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, രാത്രിയിൽ ആരെങ്കിലൊക്കെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു, അവരവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും, ഇങ്ങനെയൊക്കെയുള്ള കുറേ കഥകളൊക്കെ ഇങ്ങനെ ഓരോ ഭാവനയൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, കുറേ നേരം ഇരുന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾക്ക് നല്ല പേടിയായി. സോ എല്ലാവരും ഇവിടെ തന്നെ കിടക്കാൻ തീരുമാനിച്ചു. ആക്ച്വലി ഇവിടെ പേടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ, അങ്ങനെ ആരും വിചാരിക്കരുത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്വന്തമായിട്ട് പേടിപ്പിക്കുന്ന കഥകൾ ചിന്തിച്ചു കൂട്ടി, പറ്റുമെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന ആളെയും കൂടെ പറഞ്ഞ് പേടിപ്പിച്ച് അവസാനം നല്ലോണം പേടിച്ച് പുതച്ചും കൂടി കിടന്ന് ഉറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത കുറേ കഥകളായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെയാണ്. ഞങ്ങൾ വന്ന ദിവസം അധികം ആളില്ലാതിരുന്നതിൻ്റെ കാരണം, ഒന്നാമത്തെ കാരണം ഇവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, വരുന്ന റോഡ്, ആ വഴി അത്ര നല്ലതല്ല. സോ എല്ലാ വണ്ടിക്കൊന്നും കയറി വരാനായിട്ട് പറ്റത്തില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അങ്ങനല്ല കേട്ടോ, ഈ സ്ഥലം ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ഇങ്ങനെ ആരും അറിയാതെ പോകുന്നത് ശരിയല്ല. അത്ര
അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ഇത് വെറുതെ പറയുന്നില്ല, ഞാൻ പറഞ്ഞില്ല എൻ്റെ ആൻറ്റിയോ അങ്കിളോ ഒന്നും അല്ല കേട്ടോ ഇവിടെ ഉള്ളവർ. പിന്നെ ഞാനിത് പറയുന്നതുകൊണ്ട് എനിക്കവർ ക്യാഷൊന്നും തരാൻ പോകുന്നില്ല. പക്ഷെ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്. ഇത് കണ്ടോ, ഓരോരോ വില്ലകളാണ്. സിംഗിൾ ബെഡ്റൂമുണ്ട്, ഡബിൾ ബെഡ്റൂമുണ്ട്, പിന്നെ ഇത് ഇങ്ങനെ ഓരോ ഓരോ വില്ലയ്ക്കും ടെറസ് ഉണ്ട്. 2 വില്ലയ്ക്കിടയ്ക്ക് നല്ല ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ നടന്നു പോകാനുള്ള വഴിയുണ്ട്. ഇതൊക്കെ സിംഗിൾ ബെഡ്റൂമാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഞങ്ങളിത് ഈ വഴിയുടെ ഈ കാണുന്ന ഈ കല്ലിട്ടിട്ടുള്ള വഴിയുടെ ഏറ്റവും അവസാനം ഏറ്റവും താഴത്തെ വില്ലയിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. എന്ത് ഭംഗിയാണെന്നറിയാമോ? ഇതിപ്പോൾ എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വളരെ കുറച്ച് ട്രാവൽ ചെയ്തിട്ടുള്ളൂ. ചിലപ്പോൾ അതിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം. പിന്നെ അധികം ആളൊന്നും ഇല്ലാതെ ഒഴിഞ്ഞു കിടന്നിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഫ്രീഡം ആയിരുന്നു. സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് എത്ര നേരം വേണം. ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം, പറയാൻ മറന്നുപോയി. പക്ഷേ ഒരു ഈവനിങ് ഒക്കെ ഒരു 5-6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തണുപ്പ് കൂടാൻ തുടങ്ങി. തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളത്തിൽ ഇറങ്ങി കിടക്കുക നടക്കുന്ന കാര്യമല്ല. വേറൊരു ഫാമിലി കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവർ ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂൾ കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് മാത്രമായിരുന്നു. നമ്മൾ 5 വലിയവരും പിന്നെ ഒരു കുട്ടിയും, ഇത്രയും പേര് ചേർന്നിട്ടാണ് പോയത്. നമ്മൾ ഏറ്റവും താഴത്തുനിന്നായിരുന്നു നടന്നു തുടങ്ങിയത്. നമുക്ക് കിട്ടിയ വില്ല ഏറ്റവും താഴെയായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങാണ് അവിടെ റിസപ്ഷൻ. അപ്പോൾ ഈ റിസപ്ഷനിൽ നിന്ന് താഴെ വരെ എത്താനായിട്ട് നല്ല ദൂരമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മൊബൈലിന് റേഞ്ച് ഉണ്ടാവില്ല. ഈ റിസപ്ഷൻ്റെ ഭാഗത്ത് വന്നാൽ അവിടെ വൈഫൈ ഉണ്ടാവും, അവിടെ കുറച്ച് റേഞ്ച് കിട്ടും. അതല്ലാണ്ട് മൊബൈലിന് ഒട്ടും റേഞ്ച് ഉണ്ടാവില്ല. പിന്നെ ഇവരൊക്കെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതുവരെ ഇറങ്ങിയില്ല, വീഡിയോ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിൽ, ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇവരുടെ ഡൈനിങ് റൂമുണ്ട്. ഇതിനകത്താണ് ഡൈനിങ് റൂം. പിന്നെ ഇവിടെ നമുക്കിരിക്കാം. സന്ധ്യയായി വരികയാണ്. സ്വിമ്മിംഗ് പൂളിൽ ഇപ്പോൾ എല്ലാവരും ഇറങ്ങി. പൊന്നൊക്കെ ഇപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് ഇറങ്ങാനായിട്ട് സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട്. ഈ സ്വിമ്മിംഗ് പൂൾ കൂടാതെ പിന്നെ ഇവിടെയുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. പിന്നെ ഒരു വ്യൂ ടവർ ഉണ്ട്, ദൂരെ കാണുന്നുണ്ടോ? അത് അവിടേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ, അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്, അതുപോലെ നല്ല കാറ്റുമാണ്. പിന്നെ കണ്ടോ, ശരിക്കും പരിസരത്തൊന്നും നമുക്ക് വേറെ ഒന്നും ഈ റിസോർട്ടിനെ ചുറ്റിപ്പറ്റി വേറെ മനുഷ്യജീവികളെയൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട് ശരിക്കും നല്ല സമാധാനം, സ്വസ്ഥത. മൊബൈലിൽ ആരും വിളിക്കരുത് എന്നൊക്കെ ആഗ്രഹിച്ച് വരുന്നവരാണെങ്കിൽ ഇങ്ങോട്ട് വരാം. ഈവനിങ്ങിൽ ടീ ഉണ്ടാവും. പിന്നെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ കോംപ്ലിമെൻ്ററി ആണ്. ഡിന്നറൊക്കെ നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇവിടുത്തെ ആ ഓണർ, ആ ആൻറ്റി തന്നെയാണ് ഫുഡ് ഉണ്ടാക്കിയത്. ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, പോർക്ക്, ചില്ലി ചിക്കൻ, ബീഫ്, പിന്നെ കട്ട് ഫ്രൂട്ട്സ്. ഇത്രയായിരുന്നു നമുക്ക് ഫുഡായിട്ടുണ്ടായിരുന്നത്. ഇവിടെയായിരുന്നു നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പാർക്കിംഗ് ഗ്രൗണ്ടാണ്. 2 സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതുവഴിയാണ് കയറി വരുന്നത്, മെയിൻ എൻട്രൻസ്. പക്ഷെ നമ്മൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് നമ്മൾ ഏറ്റവും താഴെ കാണുന്നത് അവിടുത്തെ സ്റ്റാഫൊക്കെ താമസിക്കുന്ന ഭാഗം. അതിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റൊക്കെ വരുന്ന അവിടെയാണ്. പക്ഷേ പാർക്ക് ചെയ്യുന്ന സ്ഥലവും മെയിൻ പാർട്ടായിട്ട് കാണിക്കുന്നത് ഇതാണ്. നമ്മൾ കയറി വന്ന എങ്ങനെയായിരുന്നു? ഈ വഴിയല്ലേ? ശരിക്കും പറഞ്ഞാൽ ആ ഒരു വില്ലയിലൂടെയുള്ള ആള്. അപ്പൊ ഈ വീട്ടിലേ നമ്മളേ ഉള്ളൂ, ഈ ഫുൾ പറമ്പിൽ. അപ്പൊ നമ്മളേ ഉള്ളൂ ഇവിടെ എല്ലാത്തിലും കൂടെ. പിന്നെ നമ്മൾ അർമാദിക്കല്ലേ?
ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. ഇവിടേക്ക് അവർ ചായയും സ്നാക്സ് പഴംപൊരിയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പാട്ടോ വെള്ളത്തിൽ. നിങ്ങൾ കാണുമ്പോൾ തോന്നും വെയിലുണ്ടല്ലോ പിന്നെന്താ പ്രശ്നമെന്ന്. വെയിലുണ്ടെങ്കിലും വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു. നല്ല കാറ്റുണ്ട് ഇവിടെ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ കയറി. ഞാനും പൊന്നും പിന്നെ അഞ്ജുലക്ഷ്മി ഞങ്ങൾ 3 പേരും പെട്ടെന്ന് തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് വ്യൂ ടവറിനടുത്തേക്ക് പോവുകയാണ്. സന്ധ്യ ആകുമ്പോഴത്തേക്കും വ്യൂ ടവറിൽ കയറണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അതിനുള്ള പോക്കാണിത്. പൊന്നെ നിൽക്കുമോ അട്ടാണ് ചുമ്മാ പറഞ്ഞ പൊന്നെ അട്ടാണോ അട്ട 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 ചുമ്മാ പറഞ്ഞപ്പ ചുമ്മാ പറഞ്ഞാടാ. അമ്മയുടെ കൈ വരയ്ക്കുന്ന വീഡിയോ ഇടുന്നുണ്ട്. കുട്ടിയോട് അമ്മയുടെ കൈ വരയ്ക്കുന്ന ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ ടവർ. നല്ല ദൂരത്തിലാണ് ഇത് അവർ വെച്ചിരിക്കുന്നത്. നല്ല ഹൈറ്റും ഉണ്ട്. ഇനി മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ കൊക്ക കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ കൊക്കയിൽ മഞ്ഞിറങ്ങുന്നത്, നല്ല കാറ്റും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എൻ്റെ മുകളിൽ കയറിയത്. സ്വിമ്മിംഗ് പൂളിൽ നിന്നൊക്കെ കയറി ഒരു 7:30 ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ അവർ നമുക്ക് ബാർബിക്യൂ ചിക്കനും തരും. അത് കഴിക്കാം, ഡാൻസ് കളിക്കാം. അങ്ങനെ നേരം വെളുത്തു. നല്ല കാറ്റ് വീശുന്നുണ്ട്. വന്നപ്പോൾ എന്ത് നല്ല കാറ്റാന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് എന്തൊരു കാറ്റാ ഇത് എന്ന് പറയിപ്പിച്ച വിശ്വവിഖ്യാതമായ കാറ്റാണ് ഇപ്പം വീശിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ താമസിച്ച വില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഒരാൾ ദൂരത്തുനിന്ന് നടന്നു വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. രാവിലെ എഴുന്നേറ്റ് ജാക്കറ്റൊക്കെ ഇട്ട് മോർണിംഗ് വാക്കിന് പോയിട്ട് വന്നിരിക്കുക. പിന്നെ അവിടെ ഇന്നേ തണുപ്പ് എങ്ങനെയുണ്ട്? സൂപ്പർ തണുപ്പ്. അങ്ങനെ ഒരു തണുപ്പുണ്ടോ? തണുക്കുന്നില്ല, എനിക്ക് ജാക്കറ്റ് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയുണ്ട്? ടെറസിന്റെ മേളിൽ കയറിയോ? എന്റെ അമ്മച്ചി വിളിച്ചില്ലല്ലോ. ഇതിയൊക്കെ പൊന്നെ കാറ്റത്ത് പറന്നു പോവോ? എവിടെ പോവാ? പറന്നു പോരുത്, സൂക്ഷിച്ചു നടന്നു പോ. നടന്നോ. ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ്, ഓംലെറ്റ്, ദോശ, ചമ്മന്തി, പിന്നെന്താ സാമ്പാർ, ഏത്തയ്ക്ക ഒഴുങ്ങിയത്, ചായ. നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാറായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനി ഒന്നും കൂടെ പാർക്കിൽ പോയി വ്യൂ ടവറിൻ്റെ അവിടെ ഒന്നുകൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെയും പോയിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ അതിനു മുമ്പ് പെട്ടെന്ന് ഒന്നും കൂടെ ഒന്ന് നടന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ്. വെയിലായി തുടങ്ങിയിട്ടുണ്ട്. തണുപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, എങ്കിലും കാറ്റുള്ളത് കൊണ്ട് തണുപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ വില്ലയെല്ലാം ഉണ്ട്. ഒരു ട്രീ ഹൗസ് കൂടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അതങ്ങനെ ആരും യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. നമ്മൾ അത് കാണാനായിട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ട്രീ ഹൗസ് തുറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്താണ് എങ്ങനെയാണ് അവിടെ എന്ന് കാണാനായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗത്തേക്കാണ്, ചിൽഡ്രൻസ് പാർക്ക്. സ്വിമ്മിംഗ് പൂളിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാർക്കായിരുന്നു. അതിന് കാരണം വേറൊന്നുമല്ല, ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്നുണ്ടെങ്കിലും വലിയവർക്കും കൂടെ കയറാൻ പറ്റുന്ന അത്ര ബലമുള്ള റൈഡ് ആണ് അവിടെ ഉള്ളത്. സാധാരണ നമ്മൾ പാർക്കിലേക്ക് പോകുമ്പോൾ ഈ സീസോയിലും പിന്നെ കുഞ്ഞു പിള്ളേരുടെ ഇങ്ങനെ ഇരുന്ന് വട്ടം കറങ്ങുന്ന ഒരു സാധനവും പിന്നെ ഇതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ റൈഡൊക്കെ ഇല്ലേ, അതിലൊന്നും നമ്മളെയൊന്നും കയറ്റില്ലല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ആർക്ക് വേണേലും കയറായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങ് ഒത്തിരി ഇഷ്ടമായി, ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. വളരെ പതുക്കെ എൻ്റെ ഭർത്താവ് എന്നെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ ഫ്രെയിമിലോട്ട് ഒരാളുടെ വരവ്. നമ്മുടെ കല്യാണരാമൻ സിനിമയിൽ ഇന്നസെൻ്റ് പറയത്തില്ലേ, എൻ്റെ രാമൻകുട്ടി ഇവൻ്റെ അമ്മയുടെ വീടിനടുത്ത എൻ്റെയും വീട്, എന്നിട്ടാണ് ഇവൻ എന്നോട് ഇങ്ങനെയെന്ന്. അതേപോലെ തന്നെ ആയിരുന്നു. ഇപ്പം വരും. 1ാം ക്ലാസ് മുതൽ +2 വരെ ഒരുമിച്ച് പഠിച്ചതാണ്. എന്നിട്ടാണ് അവൻ എന്നോട് ഈ ചെത്ത് ചെയ്തത്. ഒരു അങ്ങോട്ട് ആട്ടിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നല്ലോണം പൊങ്ങിപ്പോകുന്നുണ്ട്. ഞാനിപ്പം ഈ ഫ്രെയിമിന് ഔട്ടാകും. കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് എഫക്റ്റ് തോന്നില്ലായിരിക്കും, പക്ഷെ അത് കയറിയിരുന്ന എനിക്ക് എൻ്റെ അമ്മോ ഒന്നും പറയാനില്ല. അങ്ങനെ നമ്മൾ ഈ ഡി ഹെവൻലി മിസ്റ്റ് റിസോർട്ടിനോട് വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. ശരിക്കും വിഷമം വന്നു കേട്ടോ. സാധാരണ നമ്മളൊരു ട്രിപ്പ് കഴിഞ്ഞ് പോകുമ്പോൾ ആ ട്രിപ്പ് തീരുന്നതിൻ്റെ വിഷമമാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഒരു റിസോർട്ട് വിട്ടു പോകുന്നതിൻ്റെ ഒരു സങ്കടം തോന്നിയത്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഇനി ഒരു അടുത്ത തവണ ഇവിടെ വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇത് കണക്ക് ഇത്രയും പ്രൈവസി കിട്ടണം എന്നില്ല. പ്രൈവസി ഉണ്ടാവും എന്തായാലും, 2 വില്ലയ്ക്കിടയിൽ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് പ്രൈവസി ഉണ്ടാവും. അങ്ങനെയല്ല, ഈ സ്വിമ്മിംഗ് പൂളായാലും പാർക്കായാലും ഡൈനിങ് റൂം ആയാലും എല്ലാം നമ്മൾ മാത്രമായിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടമായിരുന്നു. നമുക്കിഷ്ടമുള്ളപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാം, എത്ര നേരം വേണം നിൽക്കാം, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇനി വരുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ എല്ലാ വില്ലയിലും ആളുണ്ടെങ്കിൽ നമുക്ക് അത്രയും സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ കറങ്ങി പോകുന്നത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ ഈ റിസോർട്ടിന് തന്നെയാണ് ഇങ്ങനെ വലം വെച്ചിട്ട് പോകുന്നത്. ഇതിങ്ങനെ കറങ്ങി റോഡ് തീരുന്നിടത്ത് ഇവരുടെ വേറൊരു ഗേറ്റ് ഉണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇവർ വീണ്ടും പുതിയ വില്ലകളൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഏകദേശം നമ്മൾ തീരാറായിട്ടുണ്ട്. അവരുടെ ആ ഒരു കോമ്പൗണ്ട് 20 ഏക്കറാണെന്നാണ് ആ ആൻറ്റി പറഞ്ഞത്. ഇവിടെയാണ് ഇവിടുത്തെ എംപ്ലോയീസൊക്കെ താമസിക്കുന്നത്. 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഇവരുടെ മെയിൻ ഗേറ്റ്. നമുക്ക് ടാറ്റയൊക്കെ തന്ന് പറഞ്ഞു വിടുകയാണ്. ഇനി ഉള്ള റോഡാണ് ഈ എസ്റ്റേറ്റ് റോഡെന്ന് പറയുന്നത്. ടോള് കൊടുത്തിട്ട് വന്നത്. ഈ റോഡ് കണ്ടോ, റോഡെന്നൊന്നും പറയാനൊന്നും ഇല്ല. ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്തത് കൊണ്ട് കുഴപ്പം കൊണ്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആ റോഡ് കിട്ടണം എന്നില്ല അതിൻ്റെ അവസ്ഥ. കാര്യം വണ്ടി നല്ലോണം കിടന്ന് കുലുങ്ങുന്നതുകൊണ്ട് വീഡിയോ എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ തീരുകയാണ്. ഡി ഹെവൻലി മിസ്റ്റ് റിസോർട്ട് ഗോഡ്സ് ഓൺ ഹൈഡ് ഔട്ട് അറ്റ് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് ഇവരുടെ ബ്രോഷറിൽ ഇവർ വെച്ചിരിക്കുന്നത്. കറക്റ്റാട്ടോ, ശരിക്കും ഒരു ഗോഡ്സ് ഓൺ ഹൈഡ് ഔട്ട് അറ്റ് ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ്. ശരിക്കും ഈ യാത്ര നമുക്ക് ഇത്രയ്ക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം ചില മനസ്സിന് ഇഷ്ടമുള്ളവരുമായിട്ട് യാത്ര ചെയ്യുന്നതുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എത്ര ഭംഗിയുള്ള സ്ഥലത്ത് പോയാലും നമുക്കിഷ്ടമുള്ളവരല്ല കൂടെ ഉള്ളതെങ്കിൽ യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരുമിച്ച് പഠിച്ച 4 പേര്
അതിലൊരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ നമുക്ക് ഹസ്ബൻഡ് പുറത്തുനിന്ന് വന്ന ഒരാളാണ്, അങ്ങനെ ഒരു ഫീൽ ആ ചേട്ടനോട് തോന്നിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും 5 പേരും ഒരുമിച്ച് പഠിച്ചതാണ് എന്നൊരു ഫീലായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് മെമ്മറബിൾ ട്രിപ്പ് എന്ന് തന്നെ ഇതിന് വിളിക്കാം. ഇനിയും ഇതുപോലെ നല്ല സന്തോഷമുള്ള ഒരുപാട് യാത്രകൾ പോകാനുള്ള അവസരം ദൈവം ഉണ്ടാക്കി തരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങിയത് കൊണ്ട് പൊന്നക്കുട്ടിന് ചെറിയ പനിയുടെ ഒരു പനിച്ചൂടും അങ്ങനെയൊക്കെ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാവമൊക്കെയാണ് മുഖത്ത് കാണുന്നത്. അപ്പോൾ ഇവിടം കൊണ്ട് നമ്മുടെ വ്ളോഗ് തീരുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഞങ്ങൾ പോയപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസ് കൂടെ കാണാം.